ഒരു നല്ല ദിവസം കൂടെ തന്ന ദൈവത്തിന് നന്ദി. സദർശ്യ 1:7 ഇങ്ങനെ പറയുന്നു, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. നമ്മുടെ മക്കൾ എല്ലാവരും വിവിധ പരീക്ഷകൾ എഴുതുന്നവരാണ്. ചിലർ ജയിക്കും, ചിലർ തോൽക്കും. എന്നാൽ പരീക്ഷ എഴുതുന്ന എല്ലാവരുടെയും ആഗ്രഹം ജയിക്കണം എന്നാണ്. എല്ലാ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയും ആഗ്രഹം എല്ലാവരും ജയിക്കണം എന്നാണ്. മക്കൾ ജയിക്കാനായി മാതാപിതാക്കൾ മക്കളുടെ പഠനത്തിൽ ഒത്തിരി ശ്രദ്ധിക്കാറുണ്ട്. പലപ്പോഴും സഭായോഗം, ഉപവാസ പ്രാർത്ഥന, കാത്തിരിപ്പ് യോഗം, സൺഡേ സ്കൂള്, യുവജന മീറ്റിംഗ് തുടങ്ങിയ ആത്മീക കാര്യങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തി ട്യൂഷൻ, സ്പെഷ്യൽ ട്യൂഷൻ, പ്രോജക്റ്റ്, അസൈൻമെന്റ് എന്നിവയ്ക്കായി അയക്കാറുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം ഉന്നതിയിൽ എത്താനായി, അവർ വിജയിക്കാനായി മാറ്റിവെക്കുന്നത് ആത്മീക കാര്യങ്ങളാണ്. എന്നിട്ട് വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. പ്രിയരെ, ദൈവിക കാര്യങ്ങളിൽ നിന്നും അകന്നു നിന്നിട്ടുള്ള പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല. ജയിക്കണം എങ്കിൽ വിശുദ്ധ ബൈബിൾ പറയുന്നത് പോലെ ദൈവ ഭക്തി ഉള്ളവരാകണം. ഓരോ മാതാപിതാക്കളും മക്കളെ ചെറിയ ക്ലാസ് മുതലേ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ചെയ്യണം. പഠിക്കാൻ പുസ്തകം തുറക്കുന്നതിന് മുമ്പ് ബൈബിളിൽ നിന്നും ഒരധ്യായം വായിക്കാൻ ശീലിപ്പിക്കണം. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിജയം യഹോവയ്ക്കുള്ളതാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. ഇന്നലകളിൽ ദൈവം തന്ന വിജയത്തിന്റെ സാക്ഷ്യം അവരെ പറഞ്ഞ് കേൾപ്പിക്കണം. കുഞ്ഞുങ്ങൾക്ക് മാനസിക സപ്പോർട്ട് നൽകണം. ജയിക്കില്ല എന്ന നെഗറ്റീവ് ചിന്ത ഉള്ളിൽ ഉണ്ടാകരുത്. കാരണം ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല. ദൈവം കൂടെ ഉണ്ട് എന്ന് വിശ്വസിക്കുക. പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചിട്ട് പോകുക. പരീക്ഷ കഴിഞ്ഞ് വന്ന് വിജയത്തിനായി പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ഞാൻ ജയിക്കും, ഉറപ്പായും യഹോവ ഭക്തി നിന്റെ ജ്ഞാനത്തിന്റെ ആരംഭമാണെങ്കിൽ നീ വിജയിച്ചിരിക്കും. ഗാഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.